അന്ന് കാർത്തിസ്തുരിക്ക് 600 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പയറ് വെച്ച് ഫോർട്ട് ഒഴിവാക്കുന്ന ജോൺ ജോ ഫയർ പ്ലേ ഈ സാധനം പോയി ഓളി കണ്ടു കഴിഞ്ഞാൽ പറമ്പിന്റെ തെറ്റത്ത് അനീസിക്കയുടെ മെത്ത് എന്ന് പറഞ്ഞോണ്ടല്ലോ ഹേസ്റ്റൻബർഗ് പോലും അതിന്റെ ഇടയ്ക്ക്. അപ്പൊ അനീസിക്കയുടെ കുക്കിംഗ് ഒരു മെസ്സായിരുന്നു. അല്ല, നമ്മുടെ ചെറുപ്പത്തിൽ ശരിക്കും ആണുങ്ങൾ കുക്കിംഗ് അറിയാന്ന് വെച്ചാൽ അതൊരു വാവുമായിരുന്നു. അത് ശരിക്കും ഒരു അരമണിക്കൂർ പിന്നെ നമ്മുടെ നാക്കിൽ ഇങ്ങനെ ആ ഒരു ടേസ്റ്റ് വരൂലേ. പക്ഷെ സംഭവം എന്തൊക്കെ പറഞ്ഞാലും പണിയെടുക്കാണ്ട് കിട്ടുന്ന ഒരു ചായയാണ് ഏറ്റവും രസമുള്ളത്. അതായത് ഇങ്ങനെ ഇരുന്നിട്ട് ചായ പറയുമ്പോ ഇല്ല, ചില ഡിഷുകൾ ഇപ്പൊ ഹൽവ മത്തിക്കറിയൊക്കെ പോളി അമ്മിരി പോലെയാണ്. അതായത് വേറെയുള്ളവർക്ക് സുഖമുണ്ട്, ചിലപ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്ത് എനിക്കും ഇഷ്ടപ്പെടും, പക്ഷെ എനിക്ക് എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹായ് ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. വിറ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. सब लोगों को വേണ്ടി ഹിന്ദി ഹാർദിക് കാമനായ സാധാരണക്കാർക്ക് വിവരം തെളിയിക്കരുത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സ്ഥിരമായി കമന്റ് ചെയ്തുകൊണ്ടിരുന്ന വിഷയം കുക്കിംഗ്. എനിക്കറിയാവുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കുക്കാണ് അനീസിക്ക. അനീസിക്കയുടെ മെത്ത് എന്ന് പറഞ്ഞോണ്ടല്ലോ ഹേസ്റ്റൻബർഗ് പോലും അതിന്റെ ഇടയ്ക്ക്. അനീസിക്കയുടെ മെത്തേഡല്ലേ നീ ഉദ്ദേശിച്ചത്? ആ മെത്തേഡ് കറക്റ്റ്. അതായത് ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന സമയത്ത് വയറ് നിറയ്ക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും നല്ല കുക്ക്. അങ്ങനെ നോക്കുമ്പോൾ അനീസാണ് കിട്ടുന്ന സാധനം കുക്കറിലിട്ട് സ്റ്റീം അടിച്ച് അനീസിക്ക 4 സ്പൂണും വെച്ച് തരും ഒരു ബൗളില്. എന്നിട്ട് അതിന് പറയുന്ന പുള്ളി അതിന് പറയുന്ന റീസൺ ഇതാണ്, നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഇങ്ങനെ ഇതുവരെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇങ്ങോട്ട് വരും നമുക്ക് ഇങ്ങനെ കഴിക്കാന്നൊക്കെ. സംഭവം എന്ത്, കഞ്ഞി കുറവാണ്, അടിയിൽ ഇച്ചിരി ഉണ്ടാവുള്ളൂ. അപ്പൊ പുള്ളി ഇറങ്ങിയ നമ്പരാ. പക്ഷെ കൊള്ളാം. അതെ, അനീസ് പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ നേരത്തെ താമസിച്ചിരുന്നപ്പോൾ അർഷദ് ഇങ്ങനെ കുറെ സോസ് മേടിക്കും, വെറുതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കുറെ സോസും പൊടിയും ഒക്കെ ഇങ്ങനെ മേടിച്ചു വയ്ക്കും. അതൊന്നും പിന്നെ അപ്പം കുറെ ചില്ലി ഫ്ലേക്ക് ഉറങ്ങാനോ അതൊക്കെ അവസാനം വന്ന് അനീസിക്ക ഒരു കൂട്ടം ചേർക്കും. അതിൽ 80% സാധനങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ സാധനം ഫ്രഷ് ആണ്. എന്നിട്ട് അനീസിക്ക ഒരു സാലഡൊക്കെ ഉണ്ടാക്കും, ഭയങ്കര അടിപൊളിയാണ്. സാൻഡ്വിച്ച് ഉണ്ടാക്കും, ഭയങ്കര ഇൻവെന്റീവ് ആണ് പുള്ളി. അതായത് അങ്ങനത്തെ ഒരു ഷോ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ, ഉള്ള സാധനങ്ങൾ വെച്ച് കുക്ക് ചെയ്യുക. ഏത് മലയാളം ചാനലിലാണോ? എനിക്കതിന് ബ്രിട്ടീഷ് ബേക്ക് ഓഫ് അങ്ങനെ എന്തോ ഒരു വലിയ പരിപാടിയാണ്, ഇന്റർനാഷണൽ പരിപാടിയാണ്. അതിൽ അവർ ഇതുപോലെ സത്യം എന്റെയൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഓഫ് കുക്കിംഗ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ മ്യൂസിക്കും വിവാൽഡിയുടെ പാട്ട്, ലക്ഷ്മി നായരുടെ ഷോ, ഞാനങ്ങനെ പാചകം TV ഷോ കണ്ടിട്ടില്ല ഇപ്പൊ. പക്ഷെ എനിക്ക് ഇഷ്ടമായതെന്ന് കാണുന്ന ഇഷ്ടമാണ് ഇൻസ്റ്റാഗ്രാമിലുള്ള പേജസ് ഒക്കെ. ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ മോളിൽ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ആ ഒരു സാധനം കാണിക്കില്ല, അതായത് മോളിൽ ക്യാമറ വെക്കും, ഒരു പാൻ മാത്രം കാണിക്കും. അതിൽ മഞ്ഞ ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം, ചുവന്ന ക്യാപ്സിക്കം ഒക്കെ നല്ലപോലെ ഉപയോഗിക്കും. നല്ല രസമാണ് കുക്കിംഗ് വീഡിയോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോസ്. പിന്നെ അതിന്റെ ASMR സൗണ്ട് ഒക്കെ ക്യാപ്ചർ ചെയ്താൽ മറ്റേ ചോപ്പ് ചെയ്ത്. എനിക്ക് അനീസിക്ക ശരിക്കും കഴിഞ്ഞ വർഷം മിൽക്ക് ഇട്ട് നിങ്ങൾ എന്തോ ഒരു സാധനം പായസം പോലെ എന്തോ ഉണ്ടാക്കിയല്ലോ, കേക്ക് പുഡിംഗ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ഞങ്ങളുടെ അവിടെ ഇരുന്ന് ഡേറ്റ് കഴിഞ്ഞ പാൽപ്പൊടി വെച്ചിട്ട് ചെയ്തതാ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് ആ ഡേറ്റ് കഴിഞ്ഞതിന്റെ ആണോ എന്ന് അറിഞ്ഞോ. ആ റെസിപ്പി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വന്നു. പാല് കേടായി കഴിഞ്ഞാൽ അവിടെയാണ് ഈ നിങ്ങൾ ചിന്തിച്ച് തീരുന്ന, അവിടെയാണ് ഞാൻ ചിന്തിച്ച് തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് സാഗർലെസ് ജാക്കി മാസ് അടിക്കുന്ന പോലെയാണ്. ഡേറ്റ് തീരുന്ന അവിടെയാണ്. അതെ, ഡേറ്റ് തീരുന്ന അവിടെയാണ് അനീസിക്കയുടെ കുക്കിംഗ് തുടങ്ങുന്നത്. അതുവരെ അതോടെ വെച്ചോണ്ടിരിക്കും. അല്ല, ഞാൻ ചായ കുടിക്കാറില്ല. ജോൺ വാങ്ങിച്ചു വെച്ച പാല് പിരിഞ്ഞു പോയപ്പോൾ ഞാൻ എടുത്ത് വെച്ച് പരീക്ഷണം നടത്തിയാണ്. പക്ഷെ നല്ല അടിപൊളി പുഡിംഗ് ആയിരുന്നു. അതിന്റെ റെസിപ്പി പറയൂ, പുഡിങ്ങിന്റെ റെസിപ്പി പറയൂ, എങ്ങനെയാണ് ഉണ്ടാക്കിയത്? കുക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ കുക്കി ഉണ്ടാക്കിയിട്ടുണ്ട്, പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ പുഡിങ്ങിന്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യും. നമ്മുടെ പാല് പിരിഞ്ഞ് അത് ആ സമയത്ത് അവിടെ പിരിയണം, ചുറ്റുപാട് എന്തൊക്കെ അന്ന് എന്തൊക്കെ ഉണ്ടെന്നല്ല. പാല് പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചൂടായി കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് പിരിഞ്ഞ സാധനം പരിപരിപ്പ് ആ പറ്റ് വേറെ പനീർ എടുക്കും. അതായത് ആ സാധനമാണ് ശരിക്കും പനീർ യൂസ് ചെയ്യുന്നത്. പാല് പിരിച്ചിട്ട് ആ സാധനം എടുത്തിട്ടാണ് പനീറിന് വേണ്ടി ആക്കുന്നത്. അതായത് മിൽക്ക്
കണ്ടന്റ് ആയിട്ട് സോൾഡ് ആയിട്ട് വരുന്ന സാധനമാണ്. അത് തന്നെയാണ് ഇത് രസഗുള ഉണ്ടാക്കാൻ ആ സാധനം പഞ്ചസാര പാനീയിലുള്ള രസഗുള. എനിക്കിതൊക്കെ അറിയരുത്. പിന്നെ രസഗുള ഞാൻ ഉണ്ടാക്കും, ഞാൻ പുഡിങ് ഉണ്ടാക്കും. കല്യാണം കഴിഞ്ഞോട് ഇതുണ്ടല്ലോ ജോണ് ഇപ്പൊ അല്ലാതെ നമ്മൾ പുഡിങ് ഉണ്ടാക്കും, സൂപ്പർ ആയിട്ട് ഉണ്ടാക്കും. നീ എല്ലാം ഉണ്ടാക്കും. ഇവനോട് ഒരു ചായ ഇടാൻ പറഞ്ഞ അനങ്ങൂല്ല, ഇരുന്നിടത്ത് അനങ്ങൂല. പക്ഷെ നേരെ മധുരയിൽ പോയിട്ട് ഭാര്യയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാം, കാരണം അവർക്ക് ജോലിയുണ്ട്, അവർക്ക് സാലറി ഉണ്ട്. വേറൊരു കാര്യം, ആ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോ പണിയെടുക്കാൻ തോന്നും. ഇതൊരു യുദ്ധഭൂമി പോലെ കിടക്കുന്ന ഒരു അടുക്കള. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അടുക്കള അടിപൊളിയായിരിക്കുക എന്നുള്ളത് കുക്കിങ്ങിന് ഭയങ്കര. എന്റെ ഭാര്യ അവിടെ ഒരു സ്പൂൺ എടുത്താൽ കഴുകി വെക്കും, ഞാനും അതുപോലെ ഇപ്പോ എന്ത് അടിപൊളിയായിട്ട് ഞാൻ നമ്മുടെ കിച്ചണിൽ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റണ്ടേ, അതുകൊണ്ടാണ് കയറാത്തത്. നീ ഒരു പ്രാവശ്യം അത് വൃത്തിയാക്കിട്ട് നിൽക്കുന്നതാ. ഞാൻ ഡെയിലി എല്ലാം ചോറും കറിയും വെക്കാം. ഈ ചിലർക്ക് കുക്ക് ചെയ്യുമ്പോ അവിടെ സൈഡിൽ ആരും നിൽക്കണ ഇഷ്ടമല്ല. അത് വീട്ടിലെ ചിലപ്പോ സഹായിക്കാൻ വേണ്ടി നിർത്തിയാലും പ്രശ്നമാണ്. അവർക്ക് പറ്റില്ല. എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ചോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇങ്ങനെയല്ല എന്ന് പറയും, പിന്നെ പറയും സഹായിക്കുന്നില്ല എന്നും പറയും. എന്റെ ഭാര്യ കല്യാണത്തിന് മുമ്പ് ഭയങ്കര ഫെമിനിസ്റ്റ് ചിന്താഗതിയുടെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് കുക്കിംഗ് അറിയുമെന്ന് ചോദിച്ചു. പിന്നെ ഞാനല്ല കുക്കിംഗ് എന്ന് പറഞ്ഞു. നമുക്ക് ചോറിനാക്കാൻ അറിയാം, പയറിനാക്കാൻ അറിയാം, പരിപ്പുണ്ടാക്കാൻ അറിയാം. ഓക്കെ, അപ്പോൾ കുക്കിംഗ് എന്നെ സഹായിക്കും. പിന്നെന്താ സഹായിക്കാം, അടുക്കള കയറി നമ്മൾ എന്നെ അടുപ്പിക്കില്ല. ഒരു 2 ക്യാരറ്റ് ഒരു സവാള എന്നിട്ട് ഹോളി കൊണ്ടിട്ട് മേശ അത് അരിയുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി. ഇത് മറ്റേ പിള്ളേർക്ക് വല്ല കളിപ്പാട്ട് കൊടുത്ത് മാറ്റിയിരുന്നില്ലേ, ഇവിടെ ഫുഡ് റെഡിയായി. അവർക്ക് ഇഷ്ടമല്ല. ഒന്നാമത് നമ്മൾ ഈ നമുക്ക് ആ ഒരു വയലല്ലോ, അതായത് നമ്മളൊരു പാത്രം കഴുകി കഴിഞ്ഞാൽ സിങ്കിന്റെ ഫുൾ ചുറ്റും വെള്ളമായിരിക്കും, അല്ലെങ്കിൽ ആ നിൽക്കണ സ്ഥലത്ത് വെള്ളമായിരിക്കും. നമുക്ക് അങ്ങനെ കഴുകുക എന്ന് പറഞ്ഞാൽ അത് പാത്രത്തിൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ ഉള്ളൂ. ഇതൊരു ഒതുക്കി ഈ സിങ്കിന്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ള വെള്ളം തെറിച്ച് പോകാൻ പാടുള്ളൂ. ഈ ഒരു സംഭവം നമുക്കില്ല. അത് നമ്മൾ ഇങ്ങനെ ഭാര്യക്ക് ജോലിക്ക് പോകുമ്പോൾ നമ്മളിത് പഠിച്ചെടുക്കണം. അല്ല, വൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര സബ്ജക്റ്റീവ് സാധനമാണ്. ഒരാളുടെ വൃത്തി വേറൊരാളുടെ അതാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ വന്നപ്പോ അച്ഛൻ ഭയങ്കര കുക്കിംഗ് അല്ലായിരുന്നു. പക്ഷെ അമ്മയുള്ളപ്പോ അച്ഛൻ അത്ര കുക്ക് ചെയ്യില്ല. കാരണം അമ്മയുടെ സ്റ്റാൻഡേർഡിലോട്ട് അച്ഛനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ, അത് അച്ഛനപ്പോ ഒരു പെയിനാണ്, മനസ്സിലായില്ലേ? അതായത് ചിലപ്പോ അമ്മ വന്നിട്ട് പറയും ആ അടുക്കള ഇത്രയും നല്ല സാധനം ഉണ്ടാക്കി ഇപ്പുറത്ത് വയ്ക്കുമ്പോ അമ്മ ഒന്ന് നോക്കി അടുക്കള മുഴുവൻ വൃത്തിയാണ്. അല്ലെങ്കിൽ പറ ഇത്രയും പാത്രം ഇതെന്തിനെടുത്ത്, ഇത് പുതിയ ഈ പാത്രമായിരുന്നു എടുക്കേണ്ടത്. പുള്ളിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കണ ഇഷ്ടമല്ല. അതായത് പുള്ളിയുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻജോയ് ചെയ്തൊരു ഫ്ലോയിൽ പോവല്ലേ, ഇതൊക്കെ ചിന്തിച്ച് ചെയ്യണം എന്നുള്ളത്. ഏറ്റവും അവസാനമായിരിക്കും ചിലപ്പോ ക്ലീൻ ചെയ്യുന്നത്. ചിലരെന്ന് പറയുമ്പോൾ ചെയ്യുമ്പോ ക്ലീൻ ചെയ്ത് പോകും. പലരുടെയും പല മെത്തേഡാണ്. അതെ, അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഈ വക ഇൻസ്പെക്ഷൻ പറഞ്ഞത് കൊണ്ട് പുള്ളിയാണെങ്കിൽ പുള്ളി കുക്ക് ചെയ്യില്ല. കുക്ക് ചെയ്യും പക്ഷെ എന്നാലും ഇത്രയധികം എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യില്ല. അതായത് ഇപ്പോഴാണ് പുള്ളി ഒരു ആരും ബോധമില്ല. പിന്നെ ഞാനെന്ന് വെച്ചാൽ ഭയങ്കര ഈസി ടു പ്ലീസ് ആണ്. വല്ലതും ഇതുണ്ടെങ്കിൽ തന്നെ ഞാനാണെങ്കിൽ പുള്ളിക്ക് പുതിയ കാര്യങ്ങൾ കുക്ക് ചെയ്ത് തരാൻ ഇഷ്ടമാണ്. കാരണം ഞാനൊന്നും പറയൂല, നല്ലതേ പറയും. നിന്റെ അച്ഛനാണോ അമ്മയാണോ നല്ല കുക്ക്? അച്ഛനാണ്. അല്ല, ഇവിടെ ഇപ്പോഴത്തെ നമ്മൾ ഇത് പറയുമല്ലോ, പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ശരിക്കും ആണുങ്ങൾ കുക്കിംഗ് അറിയാന്ന് വെച്ചാൽ അതൊരു വാവുമായിരുന്നു. ആണുങ്ങൾ കുക്കിംഗ് അറിയാം. ഇപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പണ്ട് ആ ഒരു ജെൻഡർ റോൾ എന്ന് പറയുമ്പോ ആണുങ്ങൾ പുറത്തുപോയിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു ഇമേജ് ഉള്ളതുകൊണ്ട് ആണുങ്ങൾ അത് ചെയ്യുമ്പോ ആ സമയത്ത് അത് ഭയങ്കര കിടിലം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അല്ല, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ കുക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര അയ്യോ കുക്ക് ചെയ്യോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത് കാരണം അമ്മ ഒരു സ്ത്രീ മാത്രം, ബാക്കി മൊത്തം ആണുങ്ങളാണ്. 3 ആൺമക്കള്, അപ്പന് 4 പുരുഷന്മാർക്ക് ഒരു സ്ത്രീയേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഇവർക്കെല്ലാം വെച്ച് പറയുമ്പോൾ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് സപ്പോർട്ടില്ലല്ലോ. അപ്പോൾ കുറേ നാളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അമ്മയോടുള്ള സോഫ്റ്റ് കോൺഫിഡൻസ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചില സമയത്തേക്ക് ഞാൻ ഭയങ്കര തോന്നുന്നു. അല്ല, ഇത് ആനം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് കഴിച്ചിട്ട് നല്ലതാണ് പറഞ്ഞിട്ട് കഴിക്കും. ചീത്തയാണെങ്കിൽ ഇതിലേ അമ്മ അടിപിടിച്ചിട്ടാ. അപ്പോൾ ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്, എങ്ങനെയാണ് ജോൺ കുക്കിങ്ങിലേക്ക് വന്നത്? കുക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ചായ ഉണ്ടാക്കില്ല. ചായ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ചിലപ്പോൾ ആദ്യം കുക്ക് ചെയ്തിട്ടുണ്ടാവുക ചായ ആയിരിക്കും. കോവിഡിന്റെ സമയത്ത് എല്ലാവരും കുക്കിംഗ് തുടങ്ങിയല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ പുഡിംഗ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ വിചാരിച്ചത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്തോ റെസിപ്പിയാന്ന്. ഒന്നുമില്ല, മുട്ട പൊട്ടിച്ചിടുക, എന്നിട്ട് പാല് വയ്ക്കുക, കുറച്ച് പഞ്ചസാര നല്ലപോലെ പഞ്ചസാര അതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ സാധനം പുഴുങ്ങും. മുട്ട സ്റ്റീം കയറിയ പുഴുങ്ങി ഇതാവില്ലേ, പാലും കൂടി മിക്സ് ആകുമ്പോൾ ഇതിങ്ങനെ ഒന്ന് ഗിളുഗിളു എന്നുള്ള പോലെ നിൽക്കും. അതിന്റെ മുകളിൽ കാരമലൈസ് ചെയ്ത ഷുഗറിന്റെ ഇതിന്റെ മുകളിൽ ഈ സാധനം ഒഴിച്ച് ഫ്രീസ് ചെയ്ത കാരമൽ പുഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള. അതിൽ ബ്രെഡ് ക്രംസ് അല്ല ബ്രെഡ് ഇത് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കും. ഒരു പുഡിംഗ് നമുക്ക് കഴിക്കണം. അതുപോലെ തന്നെ ഈ എനിക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇത്
എന്താ പറയുക രസഗുള എന്ന് പറയുന്ന സാധനം. നമ്മൾ പാല് ഒരു നാരങ്ങയോ അല്ലെങ്കിൽ വിനീഗറോ വെച്ച് കഴിഞ്ഞാൽ ഇത് പിരിയും. പിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇതാവും. അതൊരു തുണിയിലേക്ക് ആക്കിയിട്ട് അത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും. ഇതിനെ ഉരുട്ടിയിട്ട് പഞ്ചസാര പാനിയുടെ ഏലക്കായും ഇതൊക്കെ ചതച്ചിട്ടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ രസഗുള. ഇതേ സാധനം തന്നെ പാല് കണ്ടൻസ് ചെയ്തിട്ട് അതിൽ കുറച്ച് കുങ്കുമം ഇതൊക്കെ ഇട്ട് രസ്മലായി. ഇതിങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളാണ്. പഞ്ചസാരയോടുള്ള ഇഷ്ടമുള്ള കാരണം ഇങ്ങനെ കുറേ സാധനം ഞാൻ ഇതുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. മറ്റേ മൈസൂർ പാക്കല്ലേ, അതെൻ്റെ ഇതുവരെ ശരിയായിട്ടില്ല, ഭയങ്കര ഫ്ലോപ്പാണ്, ഉണ്ടാക്കാറില്ല. പിന്നെ ലഡ്ഡു ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ശ്രമിച്ചിട്ടില്ല. ലഡ്ഡുവിൽ ഞാൻ സ്വയം പര്യാപ്തനാവണമെന്ന് എനിക്ക് ഇതുണ്ട്. ഞാൻ ലഡ്ഡു കുറെ വാങ്ങിച്ച് തിന്നണം. ഈ 10 വയസ്സിൽ ഞാൻ ഈ മറ്റേ ഈ മധുരം തിന്നാനുള്ള ഈ പ്രാന്തമുണ്ട്. വീട്ടിലങ്ങനെ മധുരം വാങ്ങിക്കത്തില്ല. അപ്പം ഈ മൈസൂർ പാവ് ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് കണ്ടുപിടിച്ചു. ഞാൻ കുക്കിങ്ങിലേക്ക് വന്നത് അമ്മയെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതുകൂടെ തന്നെ അപ്പൻ്റെ അമ്മയുടെയും ചില ഓൾഡ് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അമ്മയ്ക്കൊരു കളക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ബുക്ക്, കുറേ കുക്കിംഗ് സാധനങ്ങളുടെ ഇത് റെസിപ്പി എഴുതി അല്ലല്ല വനിത എഴുതി വെച്ചോണ്ടൊരു സെറ്റ്. അത് കൂടാതെ വെട്ടി ഒട്ടിച്ചത് കുറേ സെറ്റുണ്ട്. അപ്പോൾ അതിനകത്ത് പിക്ചേഴ്സും ഉണ്ട്. അപ്പൻ്റെ കയ്യിലാണെങ്കിൽ ഇൻ്റർനാഷണൽ ഡിഷസിൻ്റെ ഒരു മാഗസിൻ പോലൊരു സാധനം, ഒരു റൗണ്ടിൽ, അതായത് നോർമൽ മാഗസിൻ അല്ല, റൗണ്ട് മാഗസിൻ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ റൗണ്ട് മാഗസിൻ. അപ്പോൾ ഈ സൈഡിൽ ഒരു സ്ട്രിപ്പിൽ ഒരു റൗണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് തന്നെ. പക്ഷെ ഭയങ്കര കിടിലും ലുക്കും വേറെ നമുക്ക് മനസ്സിലാകാത്ത റെസിപ്പികളും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല. അപ്പോൾ അതിലൊക്കെ സ്റ്റഫ്ഡ് ഡക്കും സാധനം അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞാൻ കൊതിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും മാറി മാറി കണ്ടിട്ട് അന്ന് ശരിക്കും ഭയങ്കര കിട്ടില്ല. എന്ത് രസമായിട്ട് അതിന്റെ ഫോട്ടോസൊക്കെ അതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പൊ അത് കണ്ടാണ് ശരിക്കും എനിക്കിതൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നലുണ്ടായത്. അപ്പൊ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്, എൻ്റെ മൂത്ത ചേട്ടന്. അങ്ങനെ ഞങ്ങൾ പല സാധനങ്ങളും ഇങ്ങനെ പരീക്ഷിക്കുമായിരുന്നു. അപ്പം ഈ നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണെന്നൊരു പേപ്പർ കട്ടിങ്, കടലമാവ്, പഞ്ചസാര, അത്ര ഉള്ളിനകത്ത്. ശരി. മൈസൂർ പാക്ക് ഗീ, എണ്ണ, അങ്ങനത്തെ സാധനങ്ങളും. ഇത് കടലമാവ് വന്ന് വീട്ടിൽ വാങ്ങിക്കുന്ന പതിവില്ല, അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കടല പുഴുങ്ങിയത് കടലക്കകത്തൊന്ന് എടുത്ത് വെച്ചിട്ട് അത് ചതച്ച് കഴുകിയെടുത്ത് ചതച്ചിട്ട് ഞാൻ ഇതിനകത്ത് പഞ്ചസാര, കടലമാവ് റോസ്റ്റ് ചെയ്യണ്ടേ. ഇത് മറിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മളൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കും. ഇത് കടലമാവ് എന്ന് പറഞ്ഞാൽ കടല പൊടിക്കുന്നത്, കടല പുഴുങ്ങിയത് ഇടിച്ച് വെച്ചാൽ കടല സെറ്റായി. വെളിച്ചെണ്ണ ഉണ്ട്, നെയ്യ് വാങ്ങിക്കാൻ പൈസയില്ല, വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്. പഞ്ചസാര കലക്കണം, കുറുക്കണം. ഈ പഞ്ചസാര കുറുക്കിയത് ശരിയായില്ല, അപ്പം കറക്റ്റായിട്ട് കുറുക്കാനൊന്നും അറിയത്തില്ല. പിന്നെ അടികട്ടിയുള്ള പാത്രമില്ലായിരുന്നു. സംഭവം ഫ്ലോപ്പായി പോയി. പക്ഷെ ഞാൻ മൈസൂർ പാവ് ഉണ്ടാക്കി 10 വയസ്സിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് കഴിക്കുകയും ചെയ്തു. ഞാൻ കഴിക്കുന്നത് നമ്മുടെ അങ്ങനെ അനീസ്ക ആദ്യമായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനൽ കുക്കിംഗ് ചാനലാണ്. എന്റെ കുക്കിംഗ് ചാനലല്ല, എന്റെ കുക്കിംഗ് ചാനലല്ല. ഞാൻ എന്റെ മൾട്ടി സാധനമായിരുന്നു. ഞാൻ കുക്കിംഗ്, വ്ളോഗ് ചെയ്യുവാൻ, സിനിമ റിവ്യൂ ചെയ്യുവാൻ, എല്ലാം ഒന്നിച്ച്. അതിനകത്ത് സിനിമ റിവ്യൂ ഉണ്ടായിരുന്നു. ഇയാൾ ഏതോ റോട്ടി കൂടെ നടന്നപ്പോ ഏതോ പയ്യന്റെ കട കണ്ടപ്പോ ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇന്റർവ്യൂസ് ചെയ്യാൻ. സിനിമ റിവ്യൂ ഏതാണ്? ഗ്രേറ്റ് ഫാദർ അല്ലല്ല, ഗ്രേറ്റ് ഫാദർ നമ്മുടെ സഖാവ് നിവിൻ പോളിയുടെ 1971 ബിയോണ്ട് ബോർഡേഴ്സ്, അങ്ങനെ കുറെ പടങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിലീറ്റ് ചെയ്ത് അവനത് കുക്കിംഗ് ചാനലാക്കി മാറ്റി അനിയനെ കൊടുത്തു. ഞാൻ ചാനൽ ഞാൻ റിട്ടയർ ചെയ്തു. 1 വർഷം കഴിയുമ്പോൾ എല്ലാത്തിനും റിട്ടയർ ചെയ്തു. സ്റ്റാർട്ടപ്പിന്റെ സ്ട്രാറ്റജി ഞാൻ 347 രൂപയ്ക്ക് അനിയനത് കൊടുത്തു. അന്നത്തെ ലെവലിൽ അത് 2500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായെന്ന് ഓർക്കണം. നമ്മുടെ വിറ്റ്ക്രൂൺ ഇപ്പൊ 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഓർക്കണം. 2000-ങ്ങളിൽ 2000 സബ്സ്ക്രൈബർ 2500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് കാർത്തിക് സൂര്യക്ക് 600 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്ക് 50,000 വ്യൂ ഉള്ള, ഇന്നും നമുക്ക് 50,000 വ്യൂ ഇല്ലെന്ന് ഓർക്കണം. എനിക്ക് അന്ന് 50K വ്യൂസ് ഉള്ള വീഡിയോ ഉണ്ടായിരുന്നു. ചിക്കൻ ഫീൽഡ് വിത്ത് ലവിന്റെ ലിങ്ക് ഇതില് കമന്റിൽ നമ്മൾ പിൻ ചെയ്തു. കാരണം അതിലാണെങ്കിൽ അനീസിക രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അപ്രോച്ചിൽ ഒരു കുക്കിംഗ്, ആ ട്രീറ്റ്മെന്റിലുള്ള ഒരു കുക്കിംഗ് വീഡിയോ ശരിക്കും പറഞ്ഞു. എന്നിട്ട് ആൾക്കാർ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ താഴെ വന്ന് കമന്റ്, ആ പിൻ ചെയ്ത് വെച്ചേക്കുന്ന കമന്റ് റിപ്ലൈ ഇടാന്ന് വെച്ചോ അനീസ്ക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യും. അല്ലേ ചെയ്യില്ല. ബീഫ് പ്രശ്നമാണ്. ദീപക് ആദ്യമായിട്ട് സക്സസ്ഫുള്ളി കുക്ക് ചെയ്ത സാധനം എന്തോ? ചായ, മാഗി.
തുടക്കം. വെള്ളം തിളപ്പിച്ചത് ഞാൻ വെള്ളം തിളപ്പിച്ചത് മുട്ട ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് മുട്ട കഴിക്കണമല്ലോ, അതാണല്ലോ മുട്ടയും പഴവും. എനിക്കതൊരു പഴമാണ്. പഴം നീ ഉണ്ടാക്കണോ? പഴം ഇല്ല, ഞാൻ പഴം കൂടുതൽ കഴിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത്ര മടിയനായതുകൊണ്ടാണ്. കുക്ക് ചെയ്യണ്ട, കഴുകണ്ട, എന്തൊക്കെയാണ് ഗുണങ്ങൾ. പഴത്തില് പ്രോട്ടീൻ ഉണ്ടോ? ഇല്ലല്ലോ. പൊട്ടാസ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, പിന്നെ ഫൈബർ. ഞാൻ ഫൈബറിന് വേണ്ടിയാണ് പഴം അപ്പിടുമ്പോ ഒരു കുക്ക് ചെയ്യാൻ ഏറ്റവും രസമുള്ള സാധനം ഞാൻ മനസ്സിലാക്കിയത്തോളം കഞ്ഞി, പയറ് അല്ലെങ്കിൽ ചെറുപയറ്, കട്ടല. ഞാൻ ആക്ച്വലി ഉണ്ടാക്കാനും തിന്നാനും ഏറ്റവും രസമുള്ള സാധനം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ അതാ. ഞാൻ അനീസിക്കയുടെ അവിടെ നിന്ന് കഞ്ഞിയും പയർ ഒരുമിച്ചിട്ട് ചെയ്യണ പരിപാടി അതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കൊളാബറേഷൻ അറിയില്ലായിരുന്നല്ലേ? ഇല്ല, കൊളാബറേഷൻ അതടിച്ചിട്ട് അതിന്റെ അകത്ത് മിക്സ്ചർ ഇടും, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കഴിക്കുന്നത്. ചിലപ്പോ ഒരു ഓംലെറ്റ് ഇടും അതിനകത്ത്, ഒരു പിടി എന്നിട്ട്. കഞ്ഞിയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അനീസിക്ക് ഏറ്റവും നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഫുഡ് ഏതാണ്? ഉണ്ടാക്കിയിട്ട് ആൾക്കാർ പറഞ്ഞു അനീസിക്ക ഇത് സൂപ്പർ. അനീസിക്കയുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കെയറിങ് ആണ് അല്ലേ? അനീസിക്ക എല്ലാ ഡേറ്റിനും വീഴ്ത്തുന്ന കുക്ക് ചെയ്തിട്ടും ക്ലീൻ ചെയ്തിട്ടാണ്. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്താണ്? ഇല്ല, അങ്ങനെ സാധനമില്ല. എനിക്കങ്ങനെ ഇത് ഭയങ്കര കിട്ടില്ലാന്നില്ല. ഞാൻ എന്തുണ്ടാക്കിയ ആൾക്കാർ നല്ലതേ പറയത്തില്ല, അങ്ങനെ മോശം പറയത്തില്ല. ഞാൻ ഹോസ്റ്റലിൽ നടത്തിക്കൊണ്ടിരുന്ന സമയം, തിരുവനന്തപുരത്ത് ഹോസ്റ്റൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും അനീസിക്കയുടെ കുക്കിംഗ് ഒരു മെസ്സായിരുന്നു. അനീസിക്കയുടെ ഒരു മെസ്സായിരുന്നു. അപ്പൊ അനീസിക്ക ഒരു മെസ്സ് നടത്തിയാണ് ആ മെസ്സിൽ നിന്ന് കയറാൻ ശ്രമിച്ചത്. വളരെ മെസ്സായിരുന്നു. അപ്പോൾ മാസമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഹോസ്റ്റലിൽ ഫുഡ് വരുത്തുക വെളിയിൽ നിന്ന്. ചേച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന കുടുംബശ്രീ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, വീട്ടിലൂണൊക്കെ ഉണ്ടാക്കി ബൾക്ക് കൊടുക്കുന്ന അങ്ങനെയുള്ള ഫുഡ് വാങ്ങിച്ചു കുട്ടികൾക്ക് കൊടുത്ത് ഹോസ്റ്റലിലെ പിള്ളേർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ തന്നെ കുക്ക് ചെയ്യും. അങ്ങനെ ഒരു നോമ്പിന് ഒരു ഹോസ്റ്റലിൽ 12 പേരൊക്കെ ഉണ്ടായിരുന്നു. 2 ഹോസ്റ്റലൊക്കെ ഉണ്ട്, 25 പേരുണ്ടായിരുന്നു. ഈ കുക്കിംഗ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന സംഭവം ഒറ്റ ഹോസ്റ്റലിന് വേണ്ടി ചെയ്തതാണ്. അല്ല, അന്ന് 2 ഹോസ്റ്റലുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് സമയത്ത് ഞാൻ നോമ്പെടുക്കും. അപ്പം നോമ്പെടുത്തോണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ പിള്ളേർ ഒന്ന് ദിവസിക്കാൻ ഞങ്ങൾക്ക് നോമ്പെടുക്കണം, ഞങ്ങൾക്ക് ഫുഡ് ബിരിയാണി വെച്ചാൽ അങ്ങനെ പറയുമല്ലോ. നമ്മളോട് അങ്ങനെ പറയില്ല, പെരുന്നാൾ ബിരിയാണി തരും എന്ന് പറയുന്നത്. അപ്പം പെരുന്നാളിന് എല്ലാവരും വീട്ടിൽ പോകും, പിന്നെ അത് പറയാൻ പറ്റത്തില്ല. അപ്പം വെക്കേഷൻ മുമ്പേ നോമ്പെടുക്കണം, നോമ്പിന് ബിരിയാണി വെച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തവണ അവന്മാർക്ക് വേണ്ടിയിട്ട് വെളുപ്പിനെ എഴുന്നേറ്റിട്ട്, അതായത് ഇടത്താഴാണ് നോമ്പ് തുടങ്ങുന്നത്. ഇടത്താഴം നമ്മൾ തലേന്ന് രാത്രിയിൽ 4 മണി 3 o'clock 4 o'clock ആ ടൈമിൽ അപ്പവും വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി കൊടുത്ത് അവന്മാരെല്ലാം കഴിപ്പിച്ച് എല്ലാവരും നോമ്പ് എടുത്ത് പിറ്റേ ദിവസം വൈകുന്നേരം നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കി അങ്ങനെ ബൾക്കായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അത് നല്ല, എനിക്ക് ഭയങ്കര ഞാൻ കുക്ക് ചെയ്തതിൽ എനിക്കൊരു എക്സ്പീരിയൻസ് തോന്നിയത് അതാണ് ശരിക്കും. എനിക്ക് പറഞ്ഞ പോലെ ആളെണ്ണം നോക്കിയിട്ടൊന്നും കുക്ക് അറിയാൻ അത്രയും പേർക്ക് വേണ്ടി ഞാൻ അങ്ങനെ വേറെ കുക്ക് ചെയ്തിട്ടില്ല. ഞാൻ മാക്സിമം കുക്ക് ചെയ്തേക്കുന്നത് ആ 15-20 പേർക്ക് വേണ്ടി അങ്ങനെ കുക്ക് ചെയ്ത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ 5-6 പേർക്ക് വേണ്ടിയല്ല എപ്പോഴും കുക്ക് ചെയ്യുന്നത്. അതൊരു ഗ്രാൻഡായിട്ട് കുക്ക് ചെയ്ത് എനിക്ക് ഉസ്താദ് ഹോട്ടൽ ഫീലൊക്കെ വന്നത് ശരിക്കും. അല്ല, ശരിക്കും ഒരു 5-6 പേരുടെ കൂടെ കുക്ക് ചെയ്യുന്ന നല്ല രസമുള്ള പരിപാടിയാണ്. നല്ല രസമുള്ള ഒരേ വൈബിലുള്ള ആൾക്കാർ, ഇതേപോലെ ഹൈജീൻ സ്റ്റാൻഡേർഡ്സിനെ പറ്റി അല്ല അങ്ങനെ ബിച്ച് ചെയ്തോണ്ടിരിക്കരുത്. അതിന് ഇത് നമ്മള് എല്ലാരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടി എന്നുള്ള ഒരു സ്പിരിറ്റിൽ അല്ല. പണ്ടത്തെ കല്യാണ വീടുകൾ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ ഏറ്റവും താഴെയുള്ള അനിയന്റെ കല്യാണം ആണ് എനിക്ക് ഓർമ്മയുള്ള അങ്ങനത്തെ കല്യാണം. അതായത് വീടിന്റെ ബാക്കിൽ ഈ പറഞ്ഞ പോലെ കുറെ പേരിരുന്നു, സവോള അരിയുന്നു, കോഴി വെട്ടുന്നു. ശരിക്കും കുറെ കല്യാണങ്ങൾ ഇങ്ങനെ തന്നെ പരിപാടികളിൽ ഒന്നാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഇന്റിമേറ്റ്. അപ്പൊ നമ്മൾ 2 ആൾക്കാർ തമ്മിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്നതിൽ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. കുക്കിംഗ് ലവ് ലാംഗ്വേജ് ആണ്. നമുക്ക് അടുപ്പം ഉണ്ടാക്കും, ഒരുമിച്ച് കുക്ക് ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ അടുപ്പം കൂടുമെന്നുള്ളത് ഭയങ്കര. എന്റെ ഭാര്യയ്ക്ക് പറഞ്ഞാൽ ഒരു പയർ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, വളരെ സന്തോഷം. എന്നാ പിന്നെ തമ്മിൽ ഇടാം, പയറ് വെച്ച് ഫോർപ്ലേ ഒഴിവാക്കുന്ന ജോൺ പയർ പ്ലേ. എന്റെ ഒരു റൊമാൻറ്റിക് ഒരു സാധനം ഈ കാൻഡിൽ ലൈറ്റും ആ പയറൊക്കെ കൂടി വെച്ചൊരു സാധനം കൊണ്ടുവന്നാ ഞാൻ വേണ്ടാന്ന് ഒന്നുമില്ല. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ചെറിയൊരു സംഭവം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളതിന് ഒരു ചായ അത്രക്കുള്ള സംഭവമല്ലേ. നമ്മൾക്കും ഈ ശീലമില്ലല്ലോ. അമ്മ ചായ ഉണ്ടാക്കി വരുമ്പോൾ അമ്മയെ സൂപ്പർ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചിലപ്പോൾ അതിനെപ്പറ്റി ഭയങ്കര പുഴത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് കുക്ക് ചെയ്യാൻ തോന്നും, ഭാര്യനെ ഇമ്പ്രസ് ചെയ്യണം എന്നുള്ളൊരു സാധനം തോന്നും. ഇമ്പ്രസ് ചെയ്യുന്നത് ഈ പയറും പരിപ്പും കടലയും വെച്ചിട്ടാണെങ്കിലും സ്റ്റിൽ ഇമ്പ്രസ്ഡ് ആവുന്നുണ്ട്. ഇതുവരെ ജോണിന്റെ കുക്കിങ്ങിന് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നിട്ടില്ല അനു?
ഇല്ല എന്തെങ്കിലും ഈ പറഞ്ഞ അന്ന് നിർത്തും ചാൾ. മുളകിന്റെ കുത്ത് കയറി കിടക്കണില്ല, അത് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ചിക്കൻ കറി വെക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി അതിന്റെ റെസിപ്പി പറയാറിയില്ല. ചിക്കൻ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കും ആ ഷെൽഫിൽ ഏതൊക്കെ പൊടിയുണ്ട്, ഈ പൊടി എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. ഇതിന് ഒരു ജനറൽ റെസിപ്പി ഇല്ല. എങ്ങനെ വേണം നമുക്ക് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇഷ്ടികപ്പൊടി ഒഴികെ എല്ലാ പൊടി അതിലിടാം. അല്ല ഈ ഇഷ്ടപ്പൊടി അവർ മുളക് പൊടിക്കകത്ത് തരുന്നത്, അതുകൊണ്ട് മഞ്ഞളും മല്ലി പിന്നെ ഈ ത്രിമൂർത്തി സാധനം ഉണ്ടല്ലോ, മഞ്ഞള് മല്ലി മുളക് പൊടി ഇതിട്ടിട്ട് പിന്നെ ഒരു ബേസിക് മസാല ഉണ്ടാക്കിയിട്ട് മുട്ട ഇട്ടാല് ഒരു മുട്ട ഇട്ടാൽ അത് മുട്ടക്കറിയാണ്, അതില് മീൻ ഇട്ടാൽ മീൻ കറിയാണ്, ചിക്കൻ മല്ലിപ്പൊടി മറ്റേ മസാലപ്പൊടി ഇടത്തില്ല. ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, കൊടംപുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ചിക്കൻ മുട്ടയ്ക്ക് അങ്ങനെ ചെയ്യും. അല്ല ഇതൊന്നും നിർബന്ധമില്ല, ഇതൊക്കെ ഇല്ലെങ്കിൽ ഈ സാധനം ഉണ്ടാക്കാന്നല്ല. നമ്മൾ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജനറലി ഇന്ന വേണമെന്ന് പറയുന്ന പല സാധനങ്ങളില്ലാതെ ആ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ മീൻ പോലും ഇല്ലാതെ മീൻകറി ഉണ്ടാക്കുന്ന വീടുകളുണ്ട്. അങ്ങനെ സദ്യക്ക് സൈഡിൽ വിളമ്പില്ല എന്തോ അങ്കമാലി മാങ്ങാക്കറി എന്ന് പറയുന്നത് മീൻകറിയുടെ ഡൂപ്പ. അതെ, അങ്ങനെ പല രീതിയിൽ നമ്മൾ പല സിറ്റുവേഷൻ കൊണ്ട് പഠിച്ചു പോകുന്ന അല്ലെങ്കിൽ ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുക്കിംഗ് തുടങ്ങിയതിനകത്ത് ഈ അമ്മയെ സഹായിക്കണം എന്നുണ്ട്, ഇതിനോടുള്ള ഈ എക്സ്പോഷർ കിട്ടാനുള്ള ആർത്തിയുണ്ട്. ഈ സാധനങ്ങൾ കിട്ടത്തില്ല, നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ശരിക്കും കുക്കിംഗ് തുടങ്ങുന്നത്. ഒരു റീസൺ, വീട്ടിൽ അച്ഛനമ്മ ഇല്ലാത്തപ്പോൾ നമ്മൾ കുക്ക് ചെയ്യും. കാരണം അപ്പം നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് എന്തൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഞാനും ചേട്ടനോട് ഒരു ദിവസം ആലോചിച്ച്, നമ്മൾ സാധാരണ വീട്ടിൽ റവയും ഉപ്പുമാവൊക്കെയാണ് രാവിലെ, അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കി നമ്മൾ കഴിക്കുമെന്ന് അറിയാം, അത്ര ചെറുപ്പത്തിൽ പിള്ളേർ ചെയ്തോളുന്നു. അപ്പോൾ അമ്മ അച്ഛനൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വെളുപ്പിനെ എന്തെങ്കിലും പോകണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോണമെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ റവ ഇരിപ്പുണ്ട്, പഞ്ചസാരയും പഴമിട്ട് കഴിച്ചോണം പിള്ളേർ. അപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല, ഉപ്പുമാവ് ടേസ്റ്റുള്ള സാധനമല്ല. ശരിക്കും ഉപ്പുമാവ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ ഒരു വീട്ടിൽ ഉപ്പുമാവ് ടേസ്റ്റി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, ചുമ്മാ വെള്ളത്തിനകത്ത് തിളപ്പിച്ചിങ്ങ് എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാനും ചേട്ടനും ആലോചിച്ചപ്പോൾ ഈ ഉപ്പുമാവ് എങ്ങനെ അടിപൊളിയാക്കാന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അന്ന് അച്ഛന് കൃഷിയൊക്കെ ഉള്ള സമയം, അപ്പോൾ പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാ ഈ വെള്ളത്തിനകത്ത് നമ്മളിത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, വൈ കാൻ വി യൂസ് ജ്യൂസ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ജ്യൂസ് ഉണ്ടോ, ജ്യൂസിനകത്ത് എന്താ കുഴപ്പം. അപ്പോൾ ഒരു പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ട് അത് ജ്യൂസാക്കി ഉപ്പുമാവിന്റെ റവ പച്ചവെള്ളത്തിന് പകരം ഈ പൈനാപ്പിൾ ജ്യൂസിനകത്തിട്ട് തിളപ്പിച്ചിട്ട് ഇട്ട് ഇളക്കി കിണ്ടി എടുത്ത് സെറ്റാക്കി ഇരിക്കാൻ വേണ്ടി 2 പ്ലേറ്റിൽ പകുത്തെടുത്ത് വെച്ചിട്ട് തൊടാൻ പറ്റത്തില്ല, പൊളിച്ചിട്ട് അതിനകത്ത് എത്ര പഞ്ചസാര ഇട്ടിട്ട് എനിക്കറിയത്തില്ല എന്തോ സംഭവിച്ചില്ല. മേ ബി ചിലപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ചൂടാക്കിയാൽ വല്ലാതെ അതിനകത്ത് സിട്രിക് ആസിഡ് കൂടുമായിരിക്കും. അപ്പൊ ശരി, അത് നമുക്ക് ബിരിയാണിയിൽ വെക്കുന്ന ഫ്ലേവർ വെച്ചായിരിക്കും. അതിന്റെ സെൻട്രൽ പോർഷൻ എടുത്ത് ജ്യൂസ് അടിച്ച കയ്പല്ല, ഇത് പുളിയടാ, ഇത് ജ്യൂസ്. എന്നാ ജ്യൂസ് തിളപ്പിച്ചതിന്റെ കുഴപ്പമായിരിക്കും. തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇട്ട് ഇളക്കിയെടുത്ത് നല്ല കളർ, കാണാൻ നല്ല രസമുള്ള മഞ്ഞ കളറിൽ സെറ്റായിട്ട് വന്നു. ഇത് തൊടാൻ പറ്റുന്നില്ല, എത്ര പഞ്ചസാര ഇളക്കിയിട്ടും ഇതിനകത്ത് ആ പുളിയെ ഓർക്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓ, അതൊരു വലിയ ഡിസാസ്റ്റർ. കോവിഡ് സമയത്ത് മദ്യം കിട്ടാത്ത സമയത്ത് നമ്മൾ പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂര്. അത് പൈനാപ്പിൾ ജ്യൂസ് ചൂടാക്കിയാണ് ഉണ്ടാക്കി. എക്സൈസ് വകുപ്പ് കാണുന്നുണ്ട്, ഇത് ഫിക്ഷൻ ആണ്. അല്ല, വൈനാണ്, വാറ്റല്ല. ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ പതുക്കെ ഒരു ലെയർ ആയിട്ട് പതുക്കെ ചൂടാക്കണം, മാറ്റി വെക്കണം, പതുക്കെ ചൂടാക്കണം, മാറ്റി വെക്കണം. എന്തോ അന്ന് ചൂടാക്കി ഉണ്ടാക്കിയപ്പോ ദീപക് ഉണ്ടായിരുന്നില്ല, ഞാനിങ്ങനെ നോക്കിയപ്പോ അവര് ചൂടാക്കുന്നുണ്ടായിരുന്നു. അല്ല, വൈനുണ്ടാക്കുന്നതിന് കുഴപ്പമുണ്ടോ? നമ്മള് പഞ്ചസാര ഇട്ട് വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് മറ്റേ കാറ്റഗറി കിട്ടുന്ന ഏത് വാറ്റാൻ ഉപയോഗിക്കുന്ന വാഷ് എന്ന് പറയുന്ന സാധനം. അല്ല, അത് വാറ്റിയല്ല കുഴപ്പമുള്ളൂ, ഇടയ്ക്ക് വെച്ച സീനാണ്, അങ്ങനെ വെക്കാൻ പറ്റില്ല, ക്വാണ്ടിറ്റി കാണുമായിരിക്കും. ഇല്ല, വീട്ടില് വൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, വീട്ടിൽ വൈൻ ചെയ്ത് വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ പറ്റുന്നില്ല, ഓപ്പൺ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ഇല്ലേ? അപ്പൊ നമുക്ക് ഓൺലൈൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്മസിനൊക്കെ അങ്ങനെ വൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീട്ടിലുപയോഗത്തിന് പറ്റും, വേണമെങ്കിൽ അവരെ ടാഗ് ചെയ്യാം. അല്ല, ബേക്കറിയിൽ വൈൻ എന്ന് പറഞ്ഞിരുന്ന സാധനം അത് ഒന്നിനും കൊള്ളാത്തൊരു സാധനമല്ല, ഒരു അരിഷ്ടത്തിന്റെയും ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം. അതിലും അരിഷ്ടം കുടിക്കുന്നല്ലേ വീട്ടില് വൈനൊക്കെ. ഹോം മെയ്ഡ് വൈൻ കിട്ടും, അവര് ബേക്കറി അല്ല, ഹോം മെയ്ഡ് വൈൻ അതിൽ ചെറിയ കിക്കും ചെറുതായിട്ട് അടിക്കും, അതായത് ആൽക്കഹോൾ ഉണ്ട് അതിൽ. വൈനൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറില്ല. വീട്ടില് വൈൻ ഉണ്ടാക്കാറുണ്ടോ ഇൻഷാദിന്റെ? നമ്മൾ മുസ്ലിം ഫാമിലി ആണെങ്കിലും വീട്ടിൽ അത്ത പണ്ട് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പൈനാപ്പിൾ വെച്ചിട്ട്
വൈൻ എടുക്കുക. പൈനാപ്പിൾ വെച്ചിട്ട് അതായത് വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയ സാധനങ്ങളുടെ ഇതുണ്ടല്ലോ. പണ്ട് കൃഷി ഉണ്ടായിരുന്നു. അപ്പം അരിക് മൊത്തം വസ്തുവിന്റെ അതിര് ഒക്കെ പൈനാപ്പിൾ വെക്കും. അപ്പം മുള്ളുള്ളത് പടർന്നു കിടക്കുന്ന അതിര് പോലെ ആവും. നമുക്ക് മറ്റേ വെയിലൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒരു സെറ്റ് മൊത്തം അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പൈനാപ്പിൾ ഉണ്ടാവും, കുറേ കഴിക്കും, കുറേ ബന്ധുക്കൾ കൊടുക്കും. വിൽപ്പനയ്ക്ക് കൊടുത്താൽ നമ്മൾ കൊടുത്താൽ വലിയ പൈസ കിട്ടാത്തതുകൊണ്ട് മിക്കവാറും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഫാദർ പണ്ട് ജാം ഉണ്ടാക്കുമായിരുന്നു, പൈനാപ്പിൾ വെച്ച് സ്ക്വാഷിൻ്റെ സാധനം ഉണ്ടാക്കുമായിരുന്നു, പിന്നെ വൈൻ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വൈൻ കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നീ അടിക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ വൈൻ കുടിച്ചിട്ടുണ്ട് ശരിക്കും പണ്ടും. ഞാൻ ചെറുപ്പത്തിൽ പൈനാപ്പിൾ വൈൻ കുടിച്ചിട്ടുണ്ട്. പണ്ടേ വിട്ടതാണ് അനീസൊക്കെ ഈ ഫീൽഡ് അല്ലേ? അത് തന്നെ, ഇതൊക്കെ ഇത് ഒരു പ്രശ്നമല്ലാതായി മാറി അന്നേ കുടിച്ചത്. ഞാൻ പിന്നെ കുഞ്ഞിലെ കുടിച്ചിട്ടുണ്ട് പൈനാപ്പിൾ വൈൻ. അയ്യോ, ഈ അനീസിക കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്താണ്? ഡെസേർട്ട് ആണോ, മെയിൻ കോഴ്സ് ആണോ, ആണോ? മധുരം കുക്ക് ചെയ്യാനും എനിക്കിഷ്ടം. മധുരമുള്ള സാധനം കുക്ക് ചെയ്യുന്ന കൂടുതൽ ഇഷ്ടം. അത് എനിക്കിഷ്ടമുള്ള സാധനം കുക്ക് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. പിന്നെ മറ്റേ സ്പെഷ്യൽ ഡിഷസ് എന്തെങ്കിലും. നോർമൽ എനിക്ക് ചോറും കറിയും ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സത്യത്തിൽ. അതായത് ഇപ്പം ചോറോ കറിയോ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നത് എനിക്ക് കൂടുതൽ താല്പര്യം. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും കുക്ക് ചെയ്യാന്ന് പറഞ്ഞു അതൊരു മോശം. അത് മോശോ? അതില്ലാതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ചെറുപ്പം തൊട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. ഈ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ദിവസവും 4 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണം. അതുകൊണ്ട് അത് എൻജോയ് ചെയ്യാത്തത്. കാരണം അവർക്കതൊരു പിന്നെ പോരത്തിന് അമ്മമാരും വർക്ക് ചെയ്യുന്ന അമ്മമാര് വേറെ. എടാ, ഞാൻ കൊച്ചിലെ തൊട്ട് എൻ്റെ വീട്ടിൽ കുക്ക് ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചിലെ തൊട്ട് എൻ്റെ അമ്മ സ്പെഷ്യൽ ഇടയ്ക്കിടെ കുക്ക് ചെയ്യുള്ളൂ, അച്ഛനും ഇടയ്ക്കിടെ കുക്ക് ചെയ്യുള്ളൂ. ഞാൻ വളർന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ കുക്കുണ്ട്. ജോലിയുള്ള ആരും കുക്ക് ചെയ്യാൻ പാടില്ല. അവർ ലീവ് എടുത്തിട്ടേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം 8 മണിക്കൂർ ജോലിക്ക് പോകുന്ന ഒരാൾ അയാൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുക്ക് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് കുക്ക് ചെയ്യുന്നത് മോശം പരിപാടി. ആ ജോലിയുള്ളവർ ജോലി ഇല്ലാത്ത ആൾക്കാരെ കല്യാണം അവര് കുക്ക് ചെയ്യണം. എന്റെ ഭാര്യ ചെയ്ത പോലെ. അത് അല്ലാതെ കുറെ സ്ത്രീകളുണ്ട് ഇപ്പോഴും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല അവര്. ഇപ്പൊ ഈ വർക്ക് ചെയ്യുന്നുണ്ടാകുമ്പോ അതല്ലാതെ അവരുടെ മീൽസ് അവർ തന്നെ അറേഞ്ച് ചെയ്യും. ശരിക്കും ഇവിടെ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ കുറെ ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കി വിൽക്കണമല്ലോ. അപ്പൊ അവരെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ബോംബെയിലൊക്കെ കുറെ ആൾക്കാർ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഭയങ്കര മെനക്കെട്ട പണിയാണ് കുക്കിംഗ് എന്നുള്ളത്. മീൽ പ്രപ്പ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഒരു തിങ് ആണ് അല്ലേ? അല്ല, ഇപ്പൊ മറ്റേ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കിട്ടും, പരിപാടികൾ മീൽ കിറ്റ് കിട്ടുമല്ലോ. മിക്സ് ചെയ്താൽ മതി. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ അവിയൽ കിട്ടും, ഇൻസ്റ്റന്റ് അവിയൽ കിട്ടും. അങ്ങോട്ട് ചൂടാക്കിയാൽ മതി. ചിക്കൻ കറി, ബീഫ് കറി എല്ലാം ഇൻസ്റ്റന്റ് കിട്ടുമല്ലോ. അത് എത്ര ആൾ വേണമെങ്കിലും ഇരിക്കുന്ന പ്രോസസ്ഡ് അല്ല. ഇതുപോലത്തെ ഒരു ഓൺലൈനിൽ മേടിക്കുന്ന ഇതുകളില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബീഫ് കറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് അവിടെ ബീഫ് അങ്ങനെ കിട്ടില്ല. അപ്പൊ ഓൺലൈനിൽ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഓർഡർ ചെയ്തിട്ട് 400 സംതിങ് ആണ് കേട്ടോ ഒരു പാക്കറ്റിന്. ഞാൻ ബ്രാൻഡ് നെയിം പറയണില്ല. അപ്പൊ ഈ സാധനം ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചപ്പോൾ ഒരു 6 കഷ്ണം 7 കഷ്ണം ബീഫ് ഉണ്ടാവും അതില്. ആകെ അത്ര ഉണ്ട്. 400 രൂപയ്ക്ക് 1 കിലോ ബീഫ് കിട്ടും നമുക്ക് മേടിക്കാനാണ്. അല്ല, സ്റ്റിൽ ഞാൻ പറയുന്നത് ഭയങ്കര ക്വാണ്ടിറ്റി കുറവായിരുന്നു ഈ ഇൻസ്റ്റന്റ് സംഭവം. ഈ ചിലരുടെ ഒരു ടോക്സിക് ലവ് ലാംഗ്വേജ് ആണ് കുക്കിംഗ്. അതായത് എൻ്റെ ഭാര്യ ഉണ്ടാക്കി തരുന്നത് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ, എൻ്റെ ചേട്ടന് താല്പര്യം ഞാൻ ഉണ്ടാക്കി കൊടുത്താലും ചേട്ടൻ കഴിക്കും, ഞാൻ ചായ ഇട്ടാലും ചേട്ടൻ കുടിക്കും. ചുമ്മാ പണിയെടുപ്പിക്കേണ്ടി പറയുന്ന പരിപാടി. അതല്ലടാ, പണിയെടുപ്പിക്കേണ്ടി പറയുന്ന കുറെ അവന്മാര്. പക്ഷെ സംഭവം എന്തൊക്കെ പറഞ്ഞാലും പണിയെടുക്കാണ്ട് കിട്ടുന്ന ഒരു ചായയാണ് ഏറ്റവും രസമുള്ളത്. അതായത് ചായ പറയുമ്പോ കാലത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന ചായ മേശം ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ ചായയുടെ രസം നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുമ്പോൾ കിട്ടില്ല. ചായ ഇല്ല, എനിക്ക് ആക്ച്വലി ഞാൻ കുക്ക് ചെയ്ത് തിന്നണ ഇഷ്ടമാണ്. നീ കുക്ക് ചെയ്താൽ നീ തന്നെ തീരുള്ളൂ, വേറെ ആരും എന്നും കുക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നും കുക്ക് ചെയ്യുന്നത്. പക്ഷെ കുറെ തലമുറകളായിട്ട് അങ്ങനെയാണ് അല്ലേ എന്നും കുക്ക് ചെയ്യുന്ന. പക്ഷെ ഞാൻ ഇപ്പൊ ഇതൊക്കെ ആലോചിക്കുമല്ലോ, ഇതെന്ന് പറയുന്നത് എന്ത് ഫ്രസ്ട്രേറ്റിംഗ് പരിപാടിയാണ്. ഇത് മാത്രമല്ല, കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഫൺ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ക്ലീനിങ് അപ്പ്, അതിന് മുമ്പേ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാത്രങ്ങൾ മൊത്തം കഴുകണം. അതെ, എനിക്ക് അത് അത്രയ്ക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള പരിപാടിയല്ല. കുക്ക് ചെയ്യുന്ന പിന്നെ ഇഷ്ടമുള്ള പരിപാടിയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുക, വൈകുന്നേരം എന്താ ഉണ്ടാക്കുക, കാലത്ത് എന്താ ഉണ്ടാക്കുക, ഈ സൈക്കിൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും ഡെയിലി. ഈ പരിപാടി നമുക്കൊരു ശീലമായിട്ട് ചെയ്തു വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അത് ഉണ്ടാക്കാമല്ലേ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അത് ഉണ്ടാക്കിയാൽ ഇതിന് ഇത് ഉണ്ടാക്കണമല്ലേ. ഈ സാധനം ഭയങ്കര ഒരു ദിവസത്തെ നമ്മുടെ ചിന്തേനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് സത്യം. അമ്മമാരുടെ വലിയ ടെൻഷൻ. അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ അതാ, നാളെ കാലത്ത് എന്താ ഉണ്ടാക്കാന്ന് ചോദിക്കുകയും ചെയ്യും അല്ലേ, നാളെ എന്താ വേണ്ടെന്ന് ചോദിക്കും. എന്നിട്ട് അവർ ഞാൻ ദോശ, എന്നാ പുട്ടുണ്ടാക്കാം.
അല്ല ചിലപ്പോ ആ പൊടിയേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതുപോലെ കറി വെക്കാനൊക്കെ അവർ കുറെ പാടുകൾ എന്തുണ്ടാക്കും, ഇന്നലെ അതുണ്ടാക്കി, ഇനിയിപ്പോ നാളെ എന്തുണ്ടാക്കും, അതിന് അതില്ല മീൻ ഇതില്ല. കിട്ടിയില്ലേ? മീൻ അല്ല ചിലവർക്കൊക്കെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയാലേ ഇറങ്ങുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ടേ. രണ്ടുപേരൊക്കെ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആലോചിച്ച് രാത്രി ഉച്ചയ്ക്ക് അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കൂല. എൻ്റെ വീട്ടിൽ പണ്ട് തൊട്ടേ പുറത്ത് പോകണതിൽ പ്രശ്നമൊന്നുമില്ല, സമയത്ത് തിരിച്ചു വരണമെന്നൊന്നുമില്ല. പക്ഷെ ഡിന്നർ കഴിക്കും എന്ന് പറഞ്ഞ് ഞാൻ പുറത്തു നിന്ന് വല്ലതും കഴിച്ചാൽ തീർന്നു. അതായത് ഞാൻ കഴിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു നിന്ന് കഴിച്ചാൽ തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് കഴിച്ചോണം. വേസ്റ്റ് ആക്കരുത്, ഫുഡ് വേസ്റ്റ് ആക്കരുത്. അതാണ് ഏറ്റവും തല്ലിപ്പൊളി ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വിശപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ തിന്നണ എല്ലാ സാധനവും വേസ്റ്റാ. എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റൂല. അത് എൻ്റെ ഭാര്യ പറഞ്ഞ പോലെ അത് ഇത് കളയണമെന്ന് വേസ്റ്റ് ആയി പോകുന്ന പറഞ്ഞിട്ട് ഇരുന്ന് തിന്നു. ഞാൻ പറഞ്ഞു നിനക്ക് തിന്നാൻ പറ്റണമെങ്കിൽ തിന്നാൻ മതി, വിശക്കണമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ അത് കൊണ്ടുപോയി കളയണം എന്ന് പറഞ്ഞിട്ട് എടുത്ത് തിന്നണ പരിപാടി കണ്ടീഷനിങ് തന്നെയാണ്. ബാഡ് ഈറ്റിംഗ് ഹാബിറ്റാണ് നമ്മുടെ കണ്ടീഷനിങ്ങിന്റെ ഭാഗം. ചോറ് വേസ്റ്റ് ആക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളത് കഴിക്കും. നമ്മുടെ പേരൻസ് അത് കഴിക്കും. അതായത് മക്കൾ കഴിച്ചതിന്റെ ബാക്കി ഭാര്യ ഭർത്താവ് അവർക്ക് ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ അമ്മമാരൊക്കെ വണ്ണം വെച്ചതിന്റെ ഒരു റീസൺ ഹോർമോൺസ് മാത്രമല്ല, ഇങ്ങനത്തെ ഈറ്റിംഗാ. ഇവന്മാര് തിന്നതിന്റെ ബാക്കി തിന്ന് വേസ്റ്റ് ആക്കാതിരിക്കാണ് തിന്ന് വണ്ണം വെച്ചത്. അല്ലെ പിന്നെ വീട്ടില് പശു വേണമല്ലേ? പട്ടി പശുവിന് കൊടുക്കും, വെള്ളത്തിൽ കാടി എല്ലാം കൊടുക്കാൻ പറ്റില്ല. പട്ടിക്ക് എല്ലാം കൊടുക്കും. നീ കോഴിയുടെ എല്ല് പട്ടിക്ക് അല്ല പശുവിന് കൊടുക്കും. കോഴിയുടെ എല്ലാം നമ്മളും തിന്നില്ലേ, എന്തായാലും വേസ്റ്റ് കളയണ്ടേ. പട്ടി തിന്നും. പട്ടി പൂച്ച അങ്ങനത്തെ സാധനങ്ങൾക്ക് ഈ സാധനങ്ങൾ കഴിച്ചോളും. നമ്മുടെ അവിടെ ഒന്നും പൂച്ചകളൊന്നും എല്ലിട്ട് കൊടുത്താൽ കഴിക്കില്ല, ആയിട്ട് കൊടുക്കണം അല്ലേ? അത് മീൻകാരൻ വരുമ്പോ തന്നെ പുള്ളി ഒരു പൊട്ടിയിരിക്കുന്ന മീനൊക്കെ എടുത്ത് അത് കൊടുക്കുക, അങ്ങനെ ശീലാവും. മീനും ഇതെങ്ങനെയാ ഒരു കോംബോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവര് ഈ പരിണാമത്തിന്റെ ഒരു പോയിന്റിലും കണ്ടുമുട്ടിയവരാവില്ല ഈ മീനും പൂച്ച എന്ന് പറയുന്നത്. പക്ഷെ പൂച്ചക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മീനാ. അത് ബാലരമയിലൊക്കെ അങ്ങനെ എഴുതി വെച്ചേക്കും. അല്ല പൂച്ചക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മീനാ. ഒരു തരത്തിലും ഇഷ്ടമില്ലാത്ത സാധനം ഇത് പറയുന്നില്ല. അല്ല, നിന്റെ വീട്ടില് വീട്ടുകാരേക്കാളും സ്നേഹം പൂച്ചക്ക് മീൻകാരനോടായിരിക്കും. ഈ സാധനം ഒരു ഓളി കേട്ട് കഴിഞ്ഞാൽ പറമ്പിന്റെ തെറ്റത്ത് ഫ്രണ്ടി വന്നിട്ട് അല്ല, ശരിക്കും പൂച്ചക്ക് മീനാ ഇഷ്ടം. ആരാ പറഞ്ഞ കടലിൽ കിടക്കുന്ന മീന് നമ്മൾ കോഴി പൂച്ചക്ക് ഏറ്റവും എനിക്ക് എന്റെ എക്സ്പീരിയൻസിൽ മീൻ നമ്മൾ മേടിച്ചോണ്ട് വരെ പൂച്ച ചാടി. ഇത് ബാലരമ സാധനം, അങ്ങനെ മനുഷ്യന്മാർക്ക് ഈ സാധനം മനുഷ്യൻ കടലിൽ. ഞാനും പറഞ്ഞു പൂച്ച നമ്മൾ ഇത്രയ്ക്ക് ശത്രുത എന്ന് പറയാൻ കാരണം ഓക്കെ ഇതിനെ രണ്ടിനും എപ്പോഴും ഒരു എൻവയോൺമെന്റിൽ കൊണ്ടുവരുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതല്ല ജന്മശത്രു പൂച്ചയുടെ പട്ടിയാണ്. ഇഷ്ടം ചോറും സാമ്പാറും ആയിരിക്കും ശരിക്കും. കൊറേ പൂച്ചനെ പൂച്ചണ്ടായിരുന്ന വീട്ടില്. അതായത് ഞങ്ങളുടെ വീട്ടിൽ ഈ മീൻകാരൻ വന്നു കഴിഞ്ഞാൽ പൂച്ച വന്നിട്ട് വാലിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ആളുടെ കാലിന്റെ ഇട കൂടെ ഇങ്ങനെ പോക്കുണ്ട്. പൂച്ച ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളെ അക്നോളജ് ചെയ്യുക, ഒരാളടുത്ത് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ റയർ ഒരു ഇൻസിഡന്റ്. അതെ, പൂച്ച വെറുതെ ആൾക്കാരുടെ അടുത്ത് പോവില്ല. അപ്പൊ ആള് വയറ് പൊട്ടി ഒരു ചാളേനെ ഇട്ട് കൊടുക്കും. അപ്പൊ അത് പിടിച്ചിട്ട് ആദ്യം ഇയാളെ കാരണം പറഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ട് അത് ഓടും. അല്ല, അത് ഫുഡ് കൊടുക്കുന്ന ഒരാളെന്ന് അങ്ങനെയല്ലേ കാണുന്നത്. ആരുടെങ്കിലും വീട്ടില് വെജിറ്റേറിയൻ പൂച്ച ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇല്ലത്തൊക്കെ വളർത്തുന്നത് അങ്ങനെ പിന്നെ ഇല്ലത്തെ പൂച്ച പുറത്തു പോയിട്ട് പിടിക്കും. പൂച്ച ഹണ്ടറാണ്, അത് പിടിച്ചു തിന്നും. നീ ഞാൻ പറയണത് പൂച്ചക്ക് ഒരു ചോയ്സ് കൊടുത്താൽ പൂച്ച മീൻ എടുക്കുള്ളൂ. അത് മാമച്ചൻ പറഞ്ഞാല് ഒരു പൂച്ചയുടെ ഉണക്കമീനും പച്ചമീനും വെച്ച പൂച്ച എടുക്കുമെന്ന് ചോദിച്ചാൽ പച്ചമീൻ. സ്വിഗ്ഗി വന്നതിന് ശേഷം കുക്ക് ചെയ്യാൻ കുറച്ച് ഇപ്പൊ കുക്കിംഗ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വർക്ക് ചെയ്യുന്നവര് ഫുഡ് അവിടുന്ന് ഇവിടുന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. ഇപ്പൊ പിന്നെ ഹോംലി ഫുഡ് തന്നെ വെളിയിൽ കിട്ടുമല്ലോ. അതായത് അല്ല, ഇപ്പൊ വീട്ടിൽ വരുന്ന കുക്കുകളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയാവുന്ന കുക്കുകളാണ്. പിന്നെ ഇപ്പൊ ഓർഡറിങ് ഭയങ്കര എളുപ്പമാണ്. കുക്ക് വന്നു കഴിഞ്ഞ് ഓർഡർ ചെയ്താൽ 10 മിനിറ്റ് സാധനം എത്തും. അതുകൊണ്ട് കുക്ക് ആദ്യം കയ്യിൽ കാശ് വേണം എന്നുള്ളതാണ്. അതെ, ഇത് സിറ്റികളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഓർഡർ ചെയ്യുന്ന ഒരു കൾച്ചർ കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആയിട്ടില്ല. ഉണ്ടടാ, വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ആ ഒരു അതിലേക്ക് ട്രാക്കിലേക്ക് സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ നല്ല വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വൺസ് വീണ് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം കൃത്യമായി സ്പെസിഫൈ ചെയ്ത് പറയാം. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഉള്ള ഒരു ഹോട്ടലിൽ അവർ പറഞ്ഞിട്ട് നിങ്ങൾ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യണ്ട, ഞങ്ങൾക്ക് നേരിട്ട് ഓർഡർ ചെയ്താൽ മതി, ഫോൺ ചെയ്ത് പറഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ട് തരാമെന്നാണ്. ഒരു 2 കിലോമീറ്റർ അപ്പുറം 1.5 കിലോമീറ്റർ അപ്പുറമുള്ള ഹോട്ടലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം അവരെ വിളിച്ചിട്ട് ഓർഡർ ചെയ്തു. ബില്ല് 608 രൂപ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനം വെറുതെ ഒന്ന് സ്വിഗ്ഗിയിൽ എടുത്തിട്ട് സെയിം സാധനങ്ങൾ, ഞാൻ പേര് പറഞ്ഞല്ലേ, പ്ലാറ്റ്ഫോമിലെല്ലാം അങ്ങനെ തന്നെ വെറുതെ സാധനങ്ങളുടെ ഇതിട്ടിട്ട് ബില്ല് നോക്കി 954 രൂപ.
അതിന്റെ പുറത്തൂടെ അവന്റെ 150 രൂപ ഓഫും. ഇല്ല, ഇതിന് ഓഫില്ല. എന്റെ കഴിഞ്ഞ അതിന്റെ പുറത്ത് നീ 1000 കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊരു ഓഫർ 50 രൂപ തരും. അപ്പൊ നീ ഒരു സാധനം ഓർഡർ ചെയ്ത് 1100 ആക്കും. എന്നിട്ട് അപ്പൊ 50 രൂപ ഇത് കട്ട് ചെയ്തിട്ട് 997 ആവും. ചുരുക്കം പറഞ്ഞാൽ 600 രൂപയ്ക്ക് നീ വാങ്ങിക്കുന്ന സാധനം നിന്നെ കൊണ്ട് 1000 രൂപയ്ക്ക് വാങ്ങിപ്പിക്കും. അതിൽ 600 രൂപ ഹോട്ടലിന് പോവോ? ഇല്ല, ഇല്ല. ഹോട്ടലിന് അവരുടെ കമ്മീഷൻ വാങ്ങിക്കും. ശരിക്കും പറഞ്ഞാൽ സത്യം എല്ലാവർക്കും നഷ്ടമായി. പക്ഷെ അവരത് ശീലം കൊണ്ടുവന്നിട്ട് അത് ആൾക്കാർക്ക് ഇനി ഇത് വീട്ടിൽ ഫുഡ് കിട്ടുന്ന നിങ്ങൾ ആ ഒരു കൺവീനിയൻസിനാണ് നിങ്ങൾ പേ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് അല്ല, ആ ഹോട്ടലുകാരൻ കഴിക്കുന്നതിനാണ് നിങ്ങൾ ഈ 600 രൂപ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് വീട്ടിലൊരു 200-250 ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. കൺവീനിയൻസിന് നിങ്ങൾ പേ ചെയ്തോണ്ടേ ഇരിക്കുക. ഇതിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഭയങ്കര മോശമല്ലേ പലപ്പോഴും, അല്ലേ? അതെ, നമ്മൾ പുറത്തുനിന്ന് എപ്പോഴും ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം പെട്ടെന്ന് കൂടും. നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ പറയുമ്പോ തന്നെ വണ്ണം. അത് കോമഡി അതല്ല. മഹാദേവനാണെന്ന് തോന്നുന്നു. മഹാദേവൻ ഒരു ഹോട്ടലിൽ പോയപ്പോ, ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലാണ്. വണ്ണം വെച്ചാ അല്ലല്ല, അതിന് വണ്ണം വെച്ചില്ല. ഹോട്ടലിൽ പോയി അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ ചെന്നപ്പോൾ ഹോട്ടലുടമയുടെ മോൻ, ഒരു കൊച്ചെറുക, അവൻ അവിടെ നിന്ന് ബീഫോ ഇതിനകത്ത് രീതി എനിക്കത് വേണമെന്നും പറഞ്ഞ് കരയാ. നിനക്കുള്ള ഫുഡ് വീട്ടിലുണ്ട്. അത് കൊച്ചിനുള്ള ഭക്ഷണം അവിടെ നിന്ന് കൊടുക്കില്ല. ഇല്ല, ഈ വരുന്ന ഈ ചെയിനുകൾ ഇപ്പൊ KFC, ചിക്കിങ്, അവരൊക്കെ ശരിക്കും അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലേ? നമ്മൾ നമ്മുടെ നാക്കിൽ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ, ചിക്കിങ്ങോ KFC കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു മസാലയുണ്ട്. അത് ശരിക്കും ഒരു അരമണിക്കൂർ പിന്നെ നമ്മുടെ നാക്കിൽ ഇങ്ങനെ ആ ഒരു ടേസ്റ്റ് വരൂലേ? സത്യം പറയാം, ഞാൻ ആദ്യം കഴിക്കുന്ന സമയത്ത് എനിക്ക് സാധനം ഇഷ്ടമേ അല്ലായിരുന്നു, ബ്രോസ്റ്റഡ് സാധനങ്ങൾ കഴിക്കുന്നത്. പിന്നെ എനിക്കിപ്പോ ആ സാധനം ഇഷ്ടമായി തുടങ്ങി. അതിന്റെ മേളിലത്തെ ക്രിസ്പി ലെയർ, അവിടെയാണ് ആ മസാലയൊക്കെ മെയിൻ ആയിട്ട് ഇരിക്കുന്നത്. അത് കഴിക്കാൻ തന്നെ വേറൊരു ടേസ്റ്റ് ആണ്. ഈ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ട് എപ്പോഴുള്ള സാധനം അതിന്റെ ഉള്ളിൽ കൈ വരലിട്ട് കഴിഞ്ഞ് കൈ വേവും. നമ്മളാ ആക്രാന്തത്തിലേ അപ്പോ ഒട്ടുമിക്ക നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റുകളൊക്കെ പാക്കേജഡ് ആയിട്ട് വരുന്ന സാധനങ്ങളിലൊക്കെ അപ്പോൾ പുള്ളി ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ലേബല് വായിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ഇവിടെ സ്പൈക്ക് ചെയ്യുന്നത്, ആൾക്കാരുടെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സെർലാക്ക് ഇന്ത്യയിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യും, പുറത്താ സാധനമില്ല. കൊറേ സാധനങ്ങൾ ഈ ഒരു ഡബിൾ സൈപ്പ് നെസ്ലയുടെ പല പ്രോഡക്റ്റും അവര് യൂറോപ്യൻകാർക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ സാധനമാണ് ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല, മാത്രല്ല പുറത്തുനിന്ന് യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ മാർക്കറ്റാ. ഈ സാധനം നെസ്ലയുടെ മഞ്ച് അവർക്ക് ഏറ്റവും നന്നായി വിൽക്കേണ്ടത് ഇവിടെയാ. അതായത് 100 കോടി 140 കോടി ജനം എന്ന് പറയാം. ഏറ്റവും വലിയ മാർക്കറ്റ്, ലോകത്തെ എന്തിന്റെയും ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാ. അപ്പൊ വില കുറച്ചുകൂടെ വേണം, അപ്പൊ ലാഭം കൂടണം, പിന്നെ ആൾക്കാർക്ക് മേടിച്ച് വീണ്ടും തിന്നണം, നല്ല സാധനം കൊടുക്കരുത്, പിന്നെ ആൾക്കാരൊന്നും പറയൂല. അത് പറഞ്ഞാൽ ഇത് കേൾക്കാൻ അവിടെയൊക്കെ കോർട്ട് കേസ് കൊടുത്താൽ ഇവർക്ക് ഭയങ്കര ഈ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന പൗഡറിന്റെ ഇത് തന്നെ, ബേബി പൗഡർ സംഭവങ്ങൾ തന്നെ, അവര് തന്നെ എത്രയാണ് കോടികളാണ് പല കേസുകൾക്കായിട്ട് അവിടെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നുള്ളത്. ഇത് മൊത്തം സെറ്റപ്പാണ്, ഇത് കോൺസ്പിറസിയാണ്. കുക്ക് ചെയ്ത് കഴിക്കണം. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, K. പവൻകുമാർ. അതൊരുമാതിരി സരോജ് കുമാർ എന്ന് പറഞ്ഞ പേരുണ്ട്. അപ്പൊ ഈ K. പവൻകുമാർ 2014 അവൻ IIT പഠിച്ചിറങ്ങിയിട്ട് കേക്ക് സോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തുടങ്ങി. കേക്ക് സോൺ സ്വിഗ്ഗിയിലൊക്കെ ഉള്ള ബ്രാൻഡാണ് കേക്ക് സോൺ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവൻ ആദ്യം ബേക്കറികളെ വെച്ചിട്ട് ഡെലിവറി ചെയ്യുമായിരുന്നു. എന്നിട്ട് പിന്നെ അവന് സ്വിഗ്ഗിയൊക്കെ വന്നപ്പോൾ അവനാണെങ്കിൽ സ്വന്തമായിട്ട് കിച്ചൺ തുടങ്ങി. അവൻ ഷെഫുകളെ വെച്ച് പുതിയ പുതിയ റെസിപ്പിയെ കൊണ്ട് സാധനം ഭയങ്കര ഹിറ്റായി അവൻ ഓഫ്ലൈനായിട്ട് കട തുടങ്ങി. അവൻ എന്നിട്ട് ഈ കമ്പനി വിറ്റിട്ട് അവനിപ്പോൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഗവൺമെൻറ് തന്നെ മില്ലറ്റ് പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം നമ്മുടെ റൈസും വീറ്റും ഭയങ്കര വാട്ടർ കൺസംഷനാണ്. അപ്പം അത്ര എക്കോ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ സസ്റ്റൈനബിൾ കുറച്ചുകൂടെ മില്ലറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഇവൻ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, മില്ലറ്റ് ബേസ്ഡ് ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ. അവിടെ ഇതേപോലെ കുറേ ഷെഫുകളെ കൊണ്ടുവന്ന്. മില്ലറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, മില്ലറ്റിൻ്റെ അറൗണ്ട് അത്ര നല്ല ഡിഷുകളില്ല. റാഗിയുടെ ഉണ്ടെങ്കിലും പക്ഷെ അത്ര ടേസ്റ്റിയാണ്. നീ പറയണ മറ്റേ സാധനമാണോ, മറ്റേ സിനിമയിൽ കണ്ട സാധനം എന്തെന്നാണ് അതിന്റെ പേര്? റാഗി ഉണ്ട്. അത് ഞാൻ അവിടെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ അവർ ഉച്ചക്ക് ഇതേപോലെ ഒരു കട്ടി, നല്ല കട്ടി, വികാരമില്ലാത്ത സാധനം, ഒരു ടേസ്റ്റും ഇല്ല. അതും പയറ് കറി. പക്ഷേ റാഗിയുടെ പുട്ട് കിടില്ല. റാഗി പുട്ട് കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഈ പറയുന്ന സാധനങ്ങൾ പുട്ടുണ്ടാക്കിയല്ല അതിന്റെ ഒപ്പം നിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മില്ലറ്റ് ഇട്ട് നൂഡിൽസ് സാധനമൊക്കെ ഉണ്ട്.
അപ്പോൾ ഇവൻ ബേസിക്കലി ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഇന്നോവേറ്റീവ് റെസിപ്പീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മില്ലറ്റ് പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു കുക്കിംഗ് റിലേറ്റഡ് ട്രിവിയ അല്ലേ? അതെ, നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അതും ഭയങ്കര ഹെൽത്തിയാണ് മില്ലറ്റ്. ബിരിയാണി ഏറ്റവും എനിക്ക് അമ്പൂർ ഇഷ്ടമാണ്. വെജിറ്റബിൾ ഒഴിച്ചുള്ള എല്ലാം സൂപ്പറാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ബിരിയാണിയാണ്? അങ്ങനൊന്നുമില്ല. അല്ല, ഞാനിപ്പോ മലപ്പുറം തലശ്ശേരി ഇപ്പോ കഴിക്കുന്നുണ്ട്. തലശ്ശേരി ബിരിയാണി കല്യാണങ്ങൾക്ക് വരുന്ന കല്യാണ ബിരിയാണി, മലപ്പുറം കല്യാണത്തിന് കഴിച്ച ബിരിയാണി അടിപൊളിയാണ്. കോഴിക്കോട് കഴിച്ച അടിപൊളിയാണ്. തലശ്ശേരി കല്യാണത്തിനൊന്നും പോയിട്ടില്ല. പക്ഷെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് പരിപാടി പണ്ടുണ്ടായിരുന്നു. പല പരിപാടി ചെയ്ത് കൂട്ടത്തിൽ അന്ന് ജിജിന്ന് വന്നൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയ ബിരിയാണി വൻ കിടിലം ബിരിയാണിയായിരുന്നു. തലശ്ശേരിയിൽ നിന്ന് കഴിച്ച ബിരിയാണി. പിന്നെ എനിക്ക് മറ്റേ തലപ്പാക്കട്ടി ഇഷ്ടമാണ്, തമിഴ് സ്റ്റൈൽ ഇഷ്ടമാണ്, മറ്റേ ഹൈദരാബാദ് ഇഷ്ടമാണ്. എനിക്ക് ബിരിയാണിയെല്ലാം ഇഷ്ടമാണ്. എനിക്ക് തമിഴ് നാട്ടിലെ ആയത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അല്ലാണ്ട് ഗ്രേവി ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന സാധനമല്ല എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. ഒരു സാധനം കുഴക്കുന്ന ഇഷ്ടമല്ല. അതാണ് എന്റെ ബേസിക് പ്രശ്നം. എന്റെ പണി പോലും എടുക്കാൻ വയ്യ. അല്ലടാ, അല്ല, അവർക്ക് നമ്മുടെ ബിരിയാണിന് ഭയങ്കര ഇതാ. അവര് ഇത് നെയ്ച്ചോറിൽ ഇതിട്ടാന്ന് പറയാം. ബിരിയാണി അവരുടെ കണക്കില്, കറി കുഴയണം അവരുടെ കണക്കില്. ഇവര് ഒരു സാധനം അങ്ങനെ കുഴക്കുന്ന ഇഷ്ടമല്ല. പൊറോട്ട, എനിക്ക് പൊറോട്ട കുഴച്ച് കഴിക്കുന്ന ഇഷ്ടമല്ല. പൊറോട്ടയും ബീഫും കൂടി, കിഴി പൊറോട്ട എനിക്ക് ഇഷ്ടമല്ല. അവൻ അങ്ങനെ ഇഷ്ടമല്ല. പൊറോട്ടയും കുറുമയൊക്കെ ഇങ്ങനെ മുക്കി അതങ്ങനെ ഡ്രൈ എടുത്തിട്ട് ഇങ്ങനെ അപ്പൊ തന്നെ കഴിക്കും. അല്ലാണ്ട് അത് ഇതിലിരുന്ന് കുതിർന്ന് വേറെ ടേസ്റ്റ്. രണ്ട് ടേസ്റ്റാ. നല്ലതാ, രണ്ടും നല്ലതാ. ഇതേപോലെ എനിക്ക് ഡിവൈഡഡ് ആയിട്ട് തോന്നിയിട്ടുള്ള പാൽക്കപ്പ ഇഷ്ടമാണ്. എനിക്ക് ഫുഡ് മിക്കവാറും ഇഷ്ടം. കേട്ടോ, പാൽക്കപ്പ ഞാൻ കഴിച്ചിട്ടുള്ള 50% ആൾക്കാർക്ക് ഇഷ്ടമല്ല. നീ എന്താ അതാ കാണാനുള്ള ഭംഗിയുള്ള ഇങ്ങനെ ആൾക്കാർ പറയും. എനിക്ക് പാൽക്കപ്പ ഇഷ്ടമാണ്. എന്താ കുഴപ്പം? നിനക്ക് ഇവന് ഈ കുഴമ്പായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലെന്നുള്ളതാണ് പ്രശ്നം. നീ ഞാൻ കഴിക്കും. നിനക്ക് പാൽക്കപ്പ ഇഷ്ടമല്ലേ? എനിക്ക് 75% പാൽക്കപ്പ ഇഷ്ടമുള്ളവരാ. ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പാൽക്കപ്പ എനിക്ക് ഇഷ്ടമല്ല. അതേപോലെ ഭയങ്കര കോൺട്രോവേഴ്ഷ്യൽ ഡിഷസ് എന്തൊക്കെയാണ്? അതായത് ചിലർക്ക് ഇഷ്ടമാണ്. അല്ല, എനിക്കിപ്പോ എല്ലാ സാധനത്തിനും വെറുതെ പഴംപൊരിയും ബീഫും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പഴംപൊരിയും ബീഫും ഇഷ്ടമാണ്. കോൺട്രോവേഴ്സി പ്രശ്നം ഈ നാട്ടിലെല്ലാം സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വെറുതെ എന്ത് കിട്ടിയാലും ഓട്ടോയാണോ കാറാണോ അറിയില്ല, അതില് വലിയ താലി വെച്ചിട്ട് കഴിക്കുന്നത്. അപ്പൊ അതില് ഒരു എപ്പിസോഡ് അവൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. അതിനകത്ത് ഹലുവയും മത്തിക്കറി, തുടങ്ങുന്ന അലുവയും മത്തിക്കറി വെച്ച് ഞാൻ അപ്പൊ തന്നെ മാറ്റിക്കണം. അത് ശരിക്കുള്ള കോമ്പിനേഷൻ ഉണ്ടോ? ആരെങ്കിലും കഴിക്കുമോ? കളിയാക്കി പറയണത് ഇല്ലാത്ത ഇനി അവൻ വെറുതെ കാണിച്ചാണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ കണ്ടപ്പോഴേക്കും ഞാൻ എടുത്ത് മാറ്റിയത്. ചിലവന്മാർക്കൊന്നും കഴിച്ച ശരീരത്തിൽ പിടിക്കില്ല. എനിക്ക് കാണുമ്പോ കലിയാണ്. അത് തന്നെ ഭാഗ്യം അല്ലേ? എനിക്ക് ഒരു സമയം വരെ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ ചാടുന്നുണ്ട്. ഇപ്പൊ വയറ്റി പിടിക്കുന്നുണ്ട്, എല്ലാം വയറുമ പിടിക്കുന്നുണ്ട്. ഇല്ല, ചില ഡിഷുകൾ ഇപ്പൊ ഹൽവ മത്തിക്കറിയൊക്കെ പോളി അമ്മിരി പോലെയാണ്. അതായത് വേറെയുള്ളവർക്ക് സുഖമുണ്ട്, ചിലപ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്ത് എനിക്കും ഇഷ്ടപ്പെടും, പക്ഷെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇപ്പൊ ഞാൻ പഴം നിറച്ചത് അതിൻ്റെ അകത്ത് ബീഫ് ചിക്കനൊക്കെ വെച്ചിട്ട് വരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പഴത്തിന്റെ അകത്ത് ഇപ്പൊ ഒരു സാധനത്തിന് ഭയങ്കര ട്രെൻഡിങ് ആക്കുന്നത് പഴത്തിന്റെ അകത്ത് പഴം നിറച്ചത് അകത്ത് ബീഫ്. ഇതാ മറ്റേ അത് പഴംപൊരിയും ബീഫും തന്നെ അല്ലല്ല, അതിന് അത് വേറെ ആക്കാതെ മധുരത്തിന് മധുരം ഫില്ല് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. ഒരു എപ്പിസോഡ് മാറ്റി മീറ്റ് ആക്കും. നമ്മളെന്ന് പറയുന്ന ചിലർക്ക് കഴിക്കുന്നവര് കഴിക്കുന്നില്ലേ. മറ്റേ ഇത് പേജ് ഒട്ടിപ്പോ ഫ്രണ്ട്സിൽ ഒരു എപ്പിസോഡിൽ ട്രൈഫിളും എന്താ ട്രൈഫിളും കൂടെ അത് ലെയർ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ പുള്ളിക്കാരി ഇവിടെ പിന്നെ ഉണ്ടാക്കി വരുമ്പോ ബീഫ് ഇടും, അതിന്റെ മേളിൽ പഴം ഇടും, അതിന്റെ മേളിൽ എന്താണ്ട് അപ്പൊ അതിൽ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ഒരു ജോയി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. പുള്ളി എന്ത് കിട്ടിയാലും കഴിക്കാം. അപ്പൊ പുള്ളി ഇരുന്ന് ഇത് അടിപൊളി, ബാക്കി അഭിനയിക്കണം, നമ്മള് റേച്ചലിനെ ഡിസപ്പോയിന്റ് ചെയ്യരുത്, റേച്ചൽ ഇടയ്ക്കാണ് കുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാരും അഭിനയം. ജോയി കഴിക്കണം, ഇത് അടിപൊളി സാധനം. എന്തായാലും മോശമുള്ളത് ബീഫ് അടിപൊളി, ഇത് കസ്റ്റർഡ് അടിപൊളി, പഴം അടിപൊളി, അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാ സാധനത്തിനും ട്രെൻഡിങ് ആക്കാൻ വേണ്ടി വെറുതെ അതിന്റെ പാക്കേജ് മാറ്റിട്ട് കുടുക്കയിൽ ബിരിയാണി, കുടത്തിൽ ബിരിയാണി, മുളയിൽ ബിരിയാണി, ബിരിയാണി തന്നെ ഒക്കെ ബിരിയാണി തന്നെ. പിന്നെ ചട്ടിയിൽ ചോറ്, പട്ടിയിൽ ചോറ്, കിഴിയിൽ ചോറ്, വീട്ടിലെ ഊണ്, എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിംഗ് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട്. അല്ല എന്നിട്ട് അത് കണ്ട് തള്ളിക്കയറി പോണ് ഈ ചട്ടിയിൽ ചോറ് തിന്നാൻ വേണ്ടിട്ട്. അതായത് ഈ ഉള്ളി ചതച്ച് കൊച്ചുകടന്തര പോയ സമയത്ത് അവിടെ സൈഡിലെ ചേട്ടന്റെ കടയിൽ നിന്ന് എന്താണ് സൈഡ് ഡിഷോ എന്താ ചിക്കൻ ഫ്രൈ മേടിച്ചിട്ട് വന്നില്ലേ, അത് ഏതോ ഇതുപോലുള്ള വ്ളോഗ് കണ്ടിട്ടാണ് അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കടയുണ്ട് ഇവിടെ ഇത്ര റേറ്റിന് ഇത് കിട്ടും. എക്കണോമിക് സാധനങ്ങൾ മാത്രമേ അങ്ങനെ നോക്കാറുള്ളൂ, വലിയ കുഴപ്പമില്ല. എവിടെ ഒരു 30 രൂപയ്ക്ക് ചോറോ അതെവിടെ 30 രൂപ ചോറ് കണ്ടല്ലേ? 50 രൂപയ്ക്ക് ഹാഫ് ബിരിയാണി,
100 രൂപയ്ക്ക് food സാധാരണ ആൾക്കാർ റീല് അങ്ങോട്ടും ഇങ്ങോട്ടും തുണ്ടൊക്കെ ഷെയർ ചെയ്ത് കളിക്കുമ്പോൾ പക്ഷെ ഞങ്ങൾ ടീം വിറ്റ് എക്കണോമിക്കലായിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആണ് ഷെയർ ചെയ്യുക. നമ്മുടെ കുക്കിങ്ങിന്റെ നിലവാരം ഇപ്പോൾ അവിടെയാണ്. നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ഫുഡ് കിട്ടുന്നതിന്റെ റീൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ കുക്കിങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതൊരു എൻഡിങ് നോട്ടായിട്ട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിച്ചാലും വിശക്കുന്നല്ല. ജോൺ അടുത്ത പരിപാടിക്ക് പോകണം. വിറ്റോക്സിൽ മാത്രമല്ല, ജോൺ പല സ്ഥലത്തും ജോണിന്റെ തല വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പുതിയ സ്ഥലങ്ങളിൽ നിങ്ങളുടെ തല കാണാൻ പറ്റും ജോണിന്റെ. സ്വാഭാവികമായും ഉടനെ തന്നെ ചിലപ്പോൾ മഴവിൽ മനോരമയിൽ ജോണിന്റെ തല കണ്ടേക്കും ചിലപ്പോ. ഫാൻസിന്റെ റിക്വസ്റ്റിൽ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് ഇതിനകത്ത് കുക്കിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ കുക്കിംഗ് വിയേർഡ് സ്റ്റോറികൾ കമന്റ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞു, അവസാനം പറഞ്ഞു, നടുക്കും പറഞ്ഞു. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ മറക്കാതെ. പക്ഷെ തുടക്കം പറഞ്ഞു ഇല്ലല്ലോ. പിന്നെ കുറെ പേർക്ക് ഷെയറും ചെയ്തോ. വ്യൂസും നമുക്ക് നമുക്ക് എല്ലാത്തിന്റെ ആവശ്യം. വ്യൂസ് ഡസ് മാറ്റേഴ്സ്. ബൈ ബൈ. ബൈ ബൈ ബൈ.